ക്ലാസ്സിൽ സംസാരിച്ചവരുടെ പേര് ബോർഡിൽ എഴുതിയതിന്റെ പേരിൽ വിദ്യാർത്ഥിയെ സഹപാഠിയുടെ പിതാവ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നെയ്യാറ്റിൻകര കാഞ്ഞിരംകുളത്താണ് സംഭവം നടന്നത്. PKHSSലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. കുട്ടി ഇപ്പോഴും ചികിത്സയിലാണ്. ഈ സംഭവത്തിൽ കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷനിലാണ് സഹപാഠിയുടെ അച്ഛനെതിരെ FIR രജിസ്റ്റർ ചെയ്തതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഞാൻ കൂലിപ്പണിക്കാരനാണ്. എൻ്റെ മോൻ ഇവിടെ PK സ്കൂളിൽ പഠിക്കുകയാണ് 8ാം ക്ലാസ്സിൽ. അപ്പോൾ ഇവൻ ക്ലാസ്സിൽ ലീഡറാണ്. അപ്പോൾ അവൻ കുട്ടികളുടെ പേര് ടീച്ചറിലപ്പോൾ എഴുതുമല്ലോ, സ്വാഭാവികം. പേരെഴുതുന്ന സമയത്ത് ആ കുട്ടിയുടെ പേരുണ്ടായിരുന്നു പറഞ്ഞു. അതിന് അവൻ വീണ്ടും അവൻ ചീത്ത വിളിച്ച് അത് ടീച്ചർ ചോദിച്ച ഒരു അടി എന്തോ കൊടുത്തപ്പോൾ അവൻ അവൻ്റെ അച്ഛനോട് പറഞ്ഞിരിക്കണം. നമ്മളോട് അറിഞ്ഞിട്ടില്ല. അച്ഛനോട് പറഞ്ഞ് പിള്ളേർ സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് അയാൾ തടഞ്ഞു നിർത്തി പിള്ളേനെ മൃഗീയമായിട്ട് അടിച്ചു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് എൻ്റെ അടുത്തൊന്ന് പറയാം, അല്ലെങ്കിൽ സ്കൂളിൽ പറയാം. ഒരു ചുള്ളിക്കമ്പെടുത്ത് അടിച്ചെങ്കിലും നമുക്ക് വിഷയമില്ല. അല്ലെങ്കിൽ ഇതിന് ഏത് നിയമം വരുന്നത് ഞങ്ങൾ അങ്ങേറ്റം പറയുന്നു. കാരണം അത്രയ്ക്ക് അടിക്കേണ്ട പാടില്ല. അവൻ്റെ പ്രായത്തിൽ അത് അടിച്ചു നിൽക്കട്ടെ വേണം. സ്കൂളിൽ നമ്മളും പഠിച്ചവർ തന്നെ. ഇത് ഇത്രയും മാത്രം മൃഗീയായിട്ട് അടിക്കുക അയാൾക്ക് എന്തിനാണ്? വേറെ എന്ത് വൈരാഗ്യം കാണും? ക്ലാസ് ലീഡറായ വിദ്യാർത്ഥി ക്ലാസ്സിൽ ബഹളം വെച്ച വിദ്യാർത്ഥിയുടെ പേര് ബോർഡിൽ എഴുതിയ വിരോധത്തിലാണ് പിതാവ് ക്രൂരമായി വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. ഈ മാസം 6-ന് സംഭവിച്ച മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സഹപാഠിയുടെ പിതാവിനെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. മർദ്ദനമേറ്റ ലിജിൻ 8ാം ക്ലാസ്സിലെ ക്ലാസ് ലീഡർ കൂടിയാണ്. മർദ്ദിച്ച വ്യക്തിയുടെ കുട്ടിയുടെ പേരും ലിജിൻ ബോർഡിൽ എഴുതിയിരുന്നു. ഇതിന്റെ പ്രതികാരമായിട്ടാണ് കാഞ്ഞിരംകുളം ജംഗ്ഷനിൽ വെച്ച് KSEB ഉദ്യോഗസ്ഥൻ കൂടിയായ വ്യക്തി ലിജിനെ മർദ്ദിക്കുന്നത്. കുട്ടിയുടെ കവിളത്തും തുടയിലും എല്ലാം തന്നെ ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കവിൾത്തടത്തിലേക്കും വാരിയലിനും കുത്തുകയും കാലുകൊണ്ട് മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. നെയ്യാറ്റിൻകര ആശുപത്രിയിലും പിന്നീട് കാരക്കോണം മെഡിക്കൽ കോളേജിലും ലിജിൻ ചികിത്സ തേടിയിട്ടുണ്ട്. ഇന്നലെയാണ് കുട്ടി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയതും. സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചതായും വ്യക്തമാക്കുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ചതായി പരാതി നൽകിയ വാർത്തകളും പുറത്തു വന്നിരുന്നു. കൽപ്പറ്റ SKMJ സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. മലയാളം അധ്യാപകൻ അരുണാണ് കുട്ടിയെ മർദ്ദിച്ചതെന്നാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. കുട്ടിയെ കൈനാട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കൽപ്പറ്റ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വട്ടിയൂർക്കാവിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസ്സിനുള്ളിൽ കത്തിക്കുത്ത് നടന്നതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു. നെട്ടയത്തെ സ്വകാര്യ സ്കൂളിന്റെ ബസ്സിൽ വെച്ച് +1 വിദ്യാർത്ഥി 9ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് കുത്തി പരിക്കേൽപ്പിച്ചതും. നെട്ടയം മലമുകളിൽ വെച്ചാണ് ബസ്സിനുള്ളിൽ അക്രമം നടന്നതും. കുത്തേറ്റ വിദ്യാർത്ഥിയെ ഉടനെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. കുത്തിയ വിദ്യാർത്ഥി വട്ടിയൂർക്കാവ് പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളതും. അതുപോലെ തന്നെ കുത്തിയ കത്തിയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവങ്ങളെല്ലാം തന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടന്നതാണ്. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യം പറഞ്ഞ സംഭവത്തിൽ കുട്ടിയുടെ മാതാപിതാക്കളാണ് കുറ്റക്കാർ. കുട്ടികൾ തെറ്റു ചെയ്താൽ നേർവഴിയിലേക്ക് നയിക്കേണ്ടവർ തന്നെയാണിപ്പോൾ ആ ഒരു കൈകളിൽ ആയുധമെടുത്തുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നതും. നിസ്സാരമായ പ്രശ്നത്തിന് കുട്ടികളുടെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ആക്രമിക്കാൻ നിൽക്കും മുൻപേ സ്വയം ഒരു ആത്മപരിശോധന നടത്തേണ്ടതും നല്ലതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.